മരണം ശരിക്കും ഒരു പോസിറ്റീവാണ്. മരണത്തിലൂടെയാണ് പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മരണത്തിലോട്ട് പോകുന്ന അവസാന നിമിഷം ആ വ്യക്തി ആത്മീയത ചിന്തിച്ചിരിക്കും. ഓരോ വ്യക്തിക്കും സ്പിരിച്വാലിറ്റി വ്യത്യസ്തമായിരിക്കും. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലും നമ്മുടെ കൃത്യമായ ഉദ്ദേശം വെച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശരീരത്തിന് മാത്രമാണ് മരണം സംഭവിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ മരണം സന്തോഷമാണോ അതോ ദുഃഖമാണോ? നമ്മൾ പല ആളുകളും മരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള മരണമാണ് ഒരു മനുഷ്യന് സംഭവിക്കുന്നത്. ഒന്ന് മാനസികമായിട്ടുള്ളൊരു മരണം. മാനസികമായിട്ട് മരിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറ്റൊരു വ്യക്തിയോട് സെൻറ്റിമെൻസോ മറ്റു മൃഗങ്ങളോട് അനുകമ്പയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യം ഉണ്ടാവില്ല. അവരങ്ങ് ജീവിക്കുന്നു. ഒന്നിനോടും താല്പര്യമില്ല. പണത്തിനോടോ ജോലിക്ക് പോകണോ ഒന്നുമില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും അവർക്ക് ശരീരം കളയാൻ താല്പര്യമില്ല. ഇനിയാണ് ശരിക്കുള്ള മരണം എന്ന് പറയുന്നത് മരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ശരീരം നഷ്ടപ്പെടുത്തുക, ആത്മാവിനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞ പ്രോസസ്സ്. ശരിക്കും ഈ മരിക്കുന്ന വ്യക്തികൾ ആ സമയത്ത്, അതായത് ഞാൻ പറയുന്ന സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും മരണത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ആ സമയത്ത്. അതായത് മരണം ശരിക്കും ഒരു പോസിറ്റീവാണ്. നമ്മളിതിനെ എൻകറേജ് ചെയ്യുന്നില്ല, സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പറയുന്നത്. കാരണം പല വ്യക്തികളും അവരോട് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുമ്പോഴും അവർ പറയുന്ന കാര്യം അവരാ നിമിഷം ജീവിക്കുന്ന അവരുടെ ദുഃഖങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുക. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമില്ലേ, നമ്മുടെ ഭാരം നമ്മൾക്ക് എവിടെയെങ്കിലും ഇറക്കി വെക്കണം, നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് എവിടെയെങ്കിലും ഇറക്കി വെക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കണം എന്നൊക്കെ നമ്മൾ ശരിക്കും മരണം വരെ നമ്മളിത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മരണം വരെ, നമ്മുടെ മരണത്തിന് ശേഷമാണ് അതിനുശേഷം നമുക്ക് അറിയില്ല എന്താണെന്ന്, എങ്കിൽ പോലും അത് വളരെ സുഖകരമായൊരു കാര്യമാണെന്നാണ് പല സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പല ആളുകളും പറയുന്നത്. ഇതൊരു എസ്കേപ്പിങ്ങാണ്. നമ്മൾ ഓർമ്മയില്ലാത്തൊരവസ്ഥ വരുന്നവരാണ് മരണവും. അതെ, ഓഷോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിവിടെ ജനിച്ചതിനോ ജീവിച്ചതിനോ ഒന്നുമില്ല എന്ന്, യാതൊരു അടയാളമില്ല. അതായത് മരണം പലപ്പോഴും പോസിറ്റീവായിട്ടാണ് പല ആളുകളും കാണുന്നത്. മരണത്തിലൂടെയാണ് പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന്. ഇത് വേറൊരു ബോധതലം കേട്ടോ. നമ്മളിപ്പോൾ ഈ നോർമൽ രണ്ട് മനുഷ്യർ ഇരുന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഒരു സ്പിരിച്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ബോധപരിണാമം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമൽ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ബോധം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിമിതിയുണ്ട്. എന്നാൽ ബോധം സംഭവിക്കുന്നത് ഞാൻ മെഡിറ്റേഷനോ ആത്മീയതയിലോ മാത്രമാണ് നമ്മുടെ ബോധം വികസിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബോധം വികസിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന പല രഹസ്യങ്ങളും നമ്മളിലോട്ട് എത്തും. പലപ്പോഴും ഒരു സംശയം, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന രഹസ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ആത്മീയതയിലെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് അതിനപ്പുറത്തോട്ടില്ലേ ശരിക്കും? അത് മനുഷ്യന് ഇപ്പം എനിക്ക് സ്വയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് തന്നെയല്ലേ ആത്മീയത എന്ന് പറയുന്നത്? ആത്മീയതയിൽ നമ്മളൊരു കാര്യം കണ്ടെത്താൻ പോയാൽ എവിടെ എത്തും? നമ്മുടെ ഉള്ളിലായിരിക്കും എത്തുന്നത്, നമ്മളിലോട്ട് എത്തുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. അമ്പലങ്ങളല്ല, പള്ളികളല്ല, ദൈവങ്ങളല്ല, വിഗ്രഹങ്ങളല്ല, മനുഷ്യരല്ല, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈ സാധനം. എനിക്ക് തോന്നുന്നു പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പോലും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമുക്കത് കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് എവിടെ നിന്നോ വരണം. അതിൻ്റെ ഇപ്പം നമ്മൾ റേഡിയോ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന പോലെ അതൊരു ഉപകരണം മാത്രമാണ്. അതിന് വേണ്ട അത് പ്രവർത്തിക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തു നിന്ന് ഡെലിവറി ആയി വരണം. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്നൊരു അവസ്ഥയാണോ ഈ മരണം എന്ന് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ബോധത്തിൻ്റെ കാര്യം പറഞ്ഞത്. മരണം മറ്റൊരു അവസ്ഥയല്ലേ, അത് ഞാൻ പറയുന്നത്. മരണം എപ്പോഴും ആളുകൾ എടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. മരിക്കുന്ന പല ആളുകളും, സൂയിസൈഡ് ചെയ്യുന്ന പല ആളുകളും ആ നിമിഷം അവർ ചിന്തിക്കുന്നത് മരണം സംഭവിക്കാതിരിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും, അതായത് ആത്മാവിന് പ്രവർത്തന പദത്തിലോട്ട് എത്തണമെങ്കിൽ ശരീരം ഭയങ്കര അത്യാവശ്യമാണ്. എന്തെല്ലാം പ്രവർത്തന പദം, നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ ഇമോഷൻസ്, ആത്മീയത. ബേസിക്കലി ഏതൊരു മനുഷ്യനും ആത്മീയതയിലാണ് അവസാനം ചെന്നെത്തുന്നത്. ഒരു പക്ഷേ അവസാന നിമിഷം പോലും, അതായത് നമ്മൾ മരണത്തിലോട്ട് പോകുന്ന അവസാന നിമിഷം ആ വ്യക്തി ആത്മീയത ചിന്തിച്ചിരിക്കും, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കും അവസാന നിമിഷം. അതങ്ങനെയാണ്. കാരണം ഇനി എന്തെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പലരുടെ മുന്നിലോട്ട് എത്തുമ്പോഴും ഇനി ദൈവം എന്നുള്ള ചോദ്യത്തിലോട്ട് എത്തും. പലപ്പോഴും നമുക്ക് പറ്റിയൊരു തെറ്റെന്താണെന്ന് അറിയാമോ? നമ്മൾ ദൈവവും ദൈവവിശ്വാസവും തെറ്റായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ രൂപങ്ങളാണ് ദൈവം, അല്ലെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്നതാണ് ദൈവം. പല പുസ്തകങ്ങളുണ്ട്, ബൈബിളുണ്ട്, പഴയ നിയമമുണ്ട് ബൈബിൾ. അത് വായിച്ചാൽ നമ്മൾ
നമുക്ക് വിചാരിക്കുന്നത് എന്താ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഒരുപാട് പുരാണങ്ങളുണ്ട്, ഭഗവത്ഗീത. അതിനകത്ത് പല സാധനങ്ങളും നമുക്കൊരു പക്ഷേ ദൈവമായിട്ട് നമുക്ക് അങ്ങ് മാച്ചാവില്ല. ഇപ്പോൾ പലപ്പോഴും ഖുർആനൊക്കെ പറയുമ്പോഴും അതിനകത്ത് ചില വാക്കുകളൊക്കെ ഉദ്ധരിച്ച് പറയുമ്പോഴും ഇതിങ്ങനെയാണോ എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ബോധത്തിലോട്ട് നമുക്ക് ലോജിക്കലി നമുക്ക് മൂന്ന് മതങ്ങളും ലോജിക്കലി കറക്റ്റ് അല്ല. മനസ്സിലായി? എന്തോ പ്രശ്നം, എന്തല്ല ഭീകര പ്രശ്നം നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ഇതൊന്നല്ല ആത്മീയത അതായത് സ്പിരിച്വാലിറ്റി നമ്മൾ അനുഭവിക്കേണ്ട ഒന്നാണ്. ഓരോ വ്യക്തിക്കും സ്പിരിച്വാലിറ്റി വ്യത്യസ്തമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഡെപ്തിലോ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇൻറ്റൻസിറ്റിയിലോ ആയിരിക്കില്ല രാഹുൽ പ്രാർത്ഥിക്കുന്നത്. അതിന് വ്യത്യസ്തമാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്ന ഈക്വൽ പവർ. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പ് ബേസ് ഇഷ്യൂ, നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നമ്മുടെ സ്ട്രെസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും രാഹുൽ ഉത്തരവുണ്ട്, ക്ലിയർ ഉത്തരവുണ്ട്. അത് കേൾക്കാനുള്ള ബോധം, അല്ലെങ്കിൽ മനസ്സ് നമുക്ക് വേണം. എങ്ങനെ? നമ്മൾ പലപ്പോഴും ഞാൻ രാവിലെ ഏത് സാധാ മനുഷ്യരും രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കുന്നത് എന്താ? ആദ്യം നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ കടമായിരിക്കും. കടം എങ്ങനെ വീട്ടാം? 2 ബാക്കിയുള്ളവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ കാമുകി. ഇനി മറ്റു ചില ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ നേടാനായിരിക്കും ആഗ്രഹം. അപ്പോഴും നമ്മൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള സോഴ്സ് നമ്മളെപ്പോഴും ഈ ആത്മീയതയിൽ ഇങ്ങനെ ഒരു രഹസ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഇങ്ങനെ രഹസ്യം നമ്മൾ ചിന്തിക്കുന്നില്ല. പലപ്പോഴും 1 മണിക്കൂർ പോലും 1/2 മണിക്കൂർ പോലും മെഡിറ്റേഷൻ ഇരിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. എന്തിനാണ് വെറുതെ കണ്ണടച്ചിരുന്നിട്ട് എന്നുള്ള ചിന്തയാണ്. ആക്ച്വലി കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളിലുള്ള ആ എനർജി, ആ ദൈവികതയിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അതല്ലാതെ ഇത് പുറത്തുനിന്ന് വരുന്നൊരു സാധനമല്ല. നമ്മുടെ ഉള്ളിലുള്ള എനർജീനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് വലിയൊരു അറിവാണ്. അതായത് എന്നോട് സംസാരിക്കാൻ എൻ്റെ ഉള്ളിലെ ദൈവികതയുണ്ട്, എന്നോട് സംസാരിക്കാനും എൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി ഉണ്ട്. പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയോടെ. ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇത് ശരിക്കും ഫോക്കസ് ചെയ്താൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ 2 ഉത്തരം നമുക്ക് കിട്ടും. അതായത് ഭൂമിയിൽ നമ്മൾ ജനിച്ചതിന് ശേഷം പിന്നെ ഈ പറയുന്ന ദൈവത്തിന് നമ്മുടെ മേലെ ഒരു അധികാരമില്ല. പിശാചിനും നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന നെഗറ്റിവിറ്റി, ചെറുത്താനോ ഭൂതം എന്തെങ്കിലും ആവട്ടെ, അതിന് നമ്മുടെ മേലെ ഒരു അധികാരമില്ല. നമുക്ക് ചൂസ് ചെയ്യാം എന്താണെന്നുള്ളത്. മനസ്സിലായോ? അത് പല മനുഷ്യരും മറ്റു മനുഷ്യരെ മൃഗീയമായി കൊല്ലുന്നതും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ കൊണ്ട് അനാഥത്വം ഉണ്ടാക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ ചൂസ് ചെയ്യുന്നത് മറ്റൊരു മേഖലയാണ്, മറ്റൊരു എനർജീനെയാണ്. ആ ചൂസ് ചെയ്യുന്ന വെച്ചിട്ടാണ് അവരുടെ മുന്നോട്ടുള്ള അവരുടെ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ തന്നെ അങ്ങനെയില്ലേ? ഇപ്പം നരബലി പോലത്തെ ഉള്ള അല്ലെങ്കിൽ മൃഗബലി, അത് സ്പിരിച്വാലിറ്റി അല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്പിരിച്വാലിറ്റി എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റുമോ? സ്പിരിച്വാലിറ്റി ചെയ്യാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞു നോക്കിട്ടെ. എന്താ സ്നേഹം എന്ന് പറയുന്നത്? ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്നൊരു ഇമോഷണൽ കണക്ഷൻ, അതായിരിക്കും സ്നേഹം. ശരിക്കും ചിന്തിച്ചു നോക്കി. അതിനപ്പുറം ഞാൻ കഴിഞ്ഞു നോക്കിട്ടെ. രാഹുലിനെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. രാഹുലിന് എന്ത് തോന്നുന്നു? ഇറിറ്റേഷൻ ആയിരിക്കും. അതുപറ്റി ശരി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. കെയർ എന്ന് പറഞ്ഞാൽ ഭീകര കെയർ. എന്ത് പറ്റും? ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്വയം അറ്റ്മോസ്ഫിയർ. നമ്മൾ വെറുതെ കള്ളം പറയാം, നമുക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്, നമുക്ക് അറ്റാച്ച്മെൻറ്റ് കെയർ കിട്ടാത്തതുകൊണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മതി എന്നുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒന്നുമല്ല. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സ്നേഹം എന്ന് പറയുന്നത് ദൈവികതയാണ്, സ്പിരിച്വാലിറ്റിയുടെ എക്സ്ട്രീം പവറാണ്. നമുക്ക് മറ്റൊരാളിൽ കാണാൻ പറ്റും, അതാണ് സ്നേഹം. ഞാൻ രാഹുലിന് വിശക്കുന്നുണ്ടെങ്കിൽ, രാഹുലിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, രാഹുലിനൊരു ഒരു അവസ്ഥ വന്നാൽ അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് തന്നെയല്ലേ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നത്. എൻ്റെ ബുദ്ധിമുട്ടുകൾ അവിടെ മനസ്സിലാക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റുമെന്നുള്ള വിശ്വാസമല്ലേ. പലപ്പോഴും അതാണ് സ്നേഹം. സ്നേഹത്തിന് ഈ പറയുന്ന പൊസസീവ്നെസ് ഇല്ല, ഈഗോ ഇല്ല. ഞാൻ തന്നൂലോ, നീ എന്താ എനിക്ക് തിരിച്ചു തരാത്തേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇന്ന കാര്യം ചെയ്തു കൊടുത്തില്ല, എന്താ അവൻ തിരിച്ചു തരാത്തേ, ഇല്ല. വഴക്കില്ല, പിണക്കമില്ല, അവിടെ ഒന്നുമില്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുക. പലപ്പോഴും നമ്മൾ ദൈവത്തിനോട് ദൈവമേ എനിക്ക് നല്ല മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, ശേഷമൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ആവശ്യം കഴിയാൻ നമ്മൾ തിരിച്ചങ്ങ് പോവാം. അത് ദൈവം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റായി വെച്ചിരിക്കുക. പലപ്പോഴും എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ നീഡ്സ് ആരും നടത്തി തരുന്നു, അവനിലാണ് സ്നേഹമുള്ളതെന്ന്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അവൻ്റെ ഉള്ളിൽ കൃത്യമായ പ്ലാനിങ് ഉണ്ട്, ഇത് ഞാൻ നടത്തി കൊടുക്കുന്നത് എന്തിനാണ്. ശരിയല്ലേ? ഏതൊരാളും ഒരു അച്ഛനമ്മേനെ എടുത്തോ വേണമെങ്കിൽ രാഹുൽ, അച്ഛനമ്മയും നമ്മളെ അവർ സ്ട്രഗിൾ ചെയ്ത് അവർ ബുദ്ധിമുട്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തന്ന് എല്ലാം ചെയ്യുന്നത്
എന്തിനു വേണ്ടിയിട്ടാ? അവസാന കാലത്ത് അവരുടെ കൂടെ അല്ലേ ഇവനുണ്ടാകും. അപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ? അതെ, ഇവൻ അന്ന് നമുക്ക് ഇതെല്ലാം തിരിച്ച് ചെയ്ത് തരണമല്ലോ. രണ്ട് ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അവരുടെ കടങ്ങളോ മറ്റുള്ള കടങ്ങളോ, അപ്പോൾ ഏതൊരു മനുഷ്യനും തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ഇല്ല, ഞാൻ തരുന്നത് ഞാനാണ് രാഹുൽ. റോഡിലൂടെ ഒരു നായ നടന്നു പോയാൽ അത് ഞാനാണ്. അതായത് നമുക്ക് മനസ്സിലാവില്ലേ, സർവം വ്യാപിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലോട്ട് എത്തും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ശരീരബോധം ഉണ്ടാവില്ല. നമുക്ക് പണത്തിനോട് മറ്റുള്ള കാര്യം സ്പിരിച്വാലിറ്റിയുടെ എക്സ്ട്രീം ലെവലോട്ട് പറയുന്നത്. പലപ്പോഴും നമുക്ക് അതിനോട് താല്പര്യ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ മൊത്തം അങ്ങ് വിട്ടുകളയും. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന സാധനം അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതല്ല സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന മനുഷ്യരല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്. അതിനകത്തൊന്നുമില്ല, അതിനകത്തേക്ക് നമുക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ദേഷ്യമോ സങ്കടമോ. ഇപ്പോൾ ഒരു കാര്യം വിളിക്കട്ടെ, ഞാനിപ്പോൾ രാഹുലിനെ സ്നേഹിച്ചു, നാളത്തെ ദിവസം ഞാൻ രാഹുലിന് 2 ചീത്ത പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറും. രാഹുൽ സട കൂടെ ഞങ്ങൾ എഴുന്നേക്കും, മനസ്സിലായോ? കൃത്യമായി എൻ്റെ അടുത്ത് മറുപടി സംസാരിക്കും, ഒരു പക്ഷേ ചീത്ത വിളിക്കും. അൾട്ടിമേറ്റ് അതാ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല ബന്ധങ്ങളും എപ്പോൾ വേണമെങ്കിലും ആടി ഒളിഞ്ഞു പോവാം, നിലനിൽപ്പൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആളുകളെല്ലാം എന്തെങ്കിലും ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും ഉദ്ദേശം കാണില്ലേ? പറഞ്ഞോ, ഇല്ലെങ്കിൽ പറഞ്ഞോ, തർക്കിച്ചോ. ഒരു ഉദ്ദേശമില്ലാത്തൊരു സ്നേഹത്തെ പറ്റി പറ. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉദ്ദേശം പറഞ്ഞോ. വിവാഹം കഴിക്കുന്നത് കൃത്യമായ ഉദ്ദേശമില്ലേ? മക്കളുണ്ടാക്കുന്നത് കൃത്യമായ ഉദ്ദേശമില്ലേ? എല്ലാവർക്കും കൃത്യമായ ഉദ്ദേശമില്ലേ? നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലും നമ്മുടെ കൃത്യമായ ഉദ്ദേശം വെച്ചിട്ടാണ്, ഇല്ലേ? അതെ, നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നത് പോലും നമ്മുടെ ഒരു കൃത്യമായ ഉദ്ദേശം വെച്ചിട്ടാണ്. ഒരു പക്ഷേ ഞാൻ എന്താണെന്നൊന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നൊന്ന് അറിയിക്കണം, അല്ലെങ്കിൽ അവനിലുള്ളത് എന്താണെന്ന് അറിയിക്കണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ആദ്യം ചിന്തിക്കുന്നത് ഓക്കെ ഒരു ഫ്രണ്ടായതിനു ശേഷം അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി കനത്തിലാക്കാം, ഒന്ന് പ്രേമിക്കാം. ആ പെൺകൊച്ച് കുറച്ചുകൂടി ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചേക്കാം. എന്ത് വേണമെങ്കിലും ആവാം. സഹോദരന്മാർ തമ്മിൽ എന്താ അവർ സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇപ്പം എൻ്റെ സഹോദരി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? അച്ഛൻ ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ അച്ഛനില്ല, അപ്പോൾ എന്നിൽ നിന്ന് സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്, അതായത് സംരക്ഷണം. അവൾക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ രക്തബന്ധം എന്ന് പറയുന്നത് ഞാനാണ് സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്. നാളെ ഈ സപ്പോർട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാഹുലെ സഹോദരിയില്ല. എനിക്ക് പറയുന്ന അച്ഛനമ്മമാരെയും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഞാൻ നോക്കിയില്ല, അവരോടൊരു തർക്കുത്തരം പറഞ്ഞാൽ അച്ഛനമ്മ ബന്ധവും ഇല്ല. എൻ്റെ ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ നിൽക്കാതെ വരികയോ അവൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഞാൻ അവൾക്ക് ചെയ്ത് കൊടുക്കാതെ വന്നാൽ താലിമാലയും ഇല്ല. ഇനി മക്കൾ കൃത്യമായ ഇൻറ്റൻഷനോട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മളും ഇതേ പോയിന്റിൽ കൂടെ തന്നെ കടന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ശരിക്കും നമ്മളെല്ലാ കാര്യങ്ങളൊന്നും ഡീപ്പ് ഫോക്കസ് ചെയ്താൽ മതി. നമ്മൾ ശരിക്കും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുകയോ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കുഞ്ഞുങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. ഒരു പോയിന്റിൽ നമ്മൾ അതിൽ നിന്നൊന്ന് ചേഞ്ച് ആവുകയോ, അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അടുത്ത നിമിഷം അവർക്ക് നമ്മളോട് തോന്നുന്നു വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ, മനസ്സിലായോ? അത് ഒരു വലിയ പ്രായത്തിലോട്ടാകുമ്പോൾ ചിലപ്പോൾ സ്വത്ത് എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര വിഷയം നടക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം നമ്മൾ കാണുന്ന എല്ലാ സാധനം എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതെ അല്ലേ? അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നും സംഭവിക്കുന്നുണ്ടോ. എല്ലാവരും എന്തെങ്കിലും പ്രതീക്ഷിച്ച് മാത്രമാണ് എല്ലാവരെയും പരിചയപ്പെടുന്നതും എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കുന്നത്. അല്ലേ? അതുകൊണ്ടാണ് പല ബന്ധങ്ങളും നിലനിൽക്കാത്തതും നമ്മൾ വിചാരിക്കുന്ന പോലെ പല ബന്ധങ്ങളും മുന്നോട്ട് പോകാത്തതും. ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഒരു പുരുഷൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കെയർ ചെയ്ത് അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി അടുത്ത നിമിഷം ആ പെൺകുട്ടി വേറൊരാളോടൊപ്പം ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? നേരത്തെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്നേഹം കാണും. ബേസിക്കലി നമ്മളാണ് നമുക്ക് വലുത്, അല്ലേ? അതെ, നമ്മൾ എന്ത് കഥ പറഞ്ഞാലും എല്ലാത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മളിലോട്ടെത്തും. നമ്മളിപ്പോൾ രാജ്യസ്നേഹം പറയുന്നില്ലേ, നമ്മുടെ ഇടയിൽ ഭാഷപരമായിട്ടും സംസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ രാജ്യസ്നേഹം പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ ഇല്ല. ഇനി കേരളത്തിൻ്റെ അകത്ത് നമുക്കെല്ലാവർക്കും ജില്ലപരമായ വ്യത്യാസം നമുക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ഇനി വേണ്ട, ഇനി ജില്ലയുടെ അകത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ
നമുക്ക് എല്ലാവർക്കും ലൊക്കേഷൻ വെച്ച് പ്രദേശം വെച്ചിട്ട് നമുക്ക് സാധനമില്ലേ. ഇനി പ്രദേശം ഒന്നാണെന്ന് നോക്കി, ആ പ്രദേശത്തിൻ്റെ അകത്തും നമുക്ക് ജാതിപരമായ വ്യത്യാസങ്ങൾ നമുക്കില്ലേ, ഇല്ലേ, ജാതിപരമായി ജാതിയിൽ വരുന്ന വ്യത്യാസം നമുക്കില്ലേ, അവിടെയും വേർതിരിവ് സംഭവിക്കുന്നത്. ഇനി അതും വേണ്ട, ഇനി കുടുംബത്തിൻ്റെ അകത്ത് വാ. കുടുംബത്തിൻ്റെ അകത്ത് വന്നാലും പണത്തിൻ്റെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും കഴിവിൻ്റെ കാര്യത്തിലും ഈ വേർതിരിവ് നമ്മുടെ കുടുംബത്തിലില്ലേ. അപ്പോൾ ഇതെല്ലാം കള്ളത്തരോ, സത്യമായിട്ട് ഇതെല്ലാം കള്ളത്തരോ. നമ്മൾ ഒരു പൊതുവായ ബോധത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ് നമ്മളെ നോക്കുള്ളൂ. മറ്റൊരാളെ ബോധിപ്പിക്കാനും അവരിൽ നിന്നും ഒരു അപ്രിസിയേഷൻ കിട്ടാനും വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മൈൻഡ് ചെയ്യുന്നൊരു കളി മാത്രമാണ് അത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഏറ്റവും വലിയ കള്ളനാന്ന് പറയും മനുഷ്യൻ. എന്താ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ബ്രെയിനില്ലേ വളരെ ക്രൂക്കഡായ കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റുന്ന വളരെ ക്രൂക്കഡായ ഒരു കാര്യമാണ്. ആ ബ്രെയിനിൽ നിന്നാണ് നമ്മൾ ഈ കാര്യം മുഴുവനും ചെയ്യുന്നത്. അതൊരു ഈസി വേയാണ്. അൾട്ടിമേറ്റ് വരുമ്പോൾ എന്നാൽ ഇനി ഒരു പക്ഷേ ഇല്ലാത്ത മനുഷ്യരുണ്ട് കേട്ടോ, വളരെ ചുരുക്കമോ, മനസ്സിലായോ? ഞാനും നീയും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഈ ബോധത്തിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ വളരെ ചുരുക്കമോ. അവരൊന്നും മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നില്ല. അവരൊന്നും മനുഷ്യരെ ഇഷ്ടപ്പെടുകയോ മനുഷ്യരുടെ കൂടെ നടക്കുകയോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പല ആളുകളും അങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനുഷ്യരെ ഇഷ്ടമല്ല എന്നത്. എനിക്കൊന്നും വേണ്ട, സ്വത്തും വേണ്ടോ പണം വേണ്ട, എനിക്കൊന്നും വേണ്ട, സമാധാനം ആഗ്രഹിച്ച് എവിടെയെങ്കിലും വഴി കിടന്നുറങ്ങുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, കാരണം ഈ പൊള്ളത്തരം, ഈ കള്ളത്തരം, ഇത് വെച്ചിട്ടാണ് നമ്മളെ എല്ലാ ബന്ധങ്ങളും നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നത്. നാളെ ഒരിക്കൽ, അതായത് ദൈവം, ഇത്രയേ ഉള്ളൂ. രാഹുൽ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം, കുറച്ച് പണം വേണം രാഹുലിന്. അപ്പോൾ ഒരാൾ വഴിക്കൂടെ നടന്നു പോയ ഒരാൾ രാഹുലിനെ കണ്ടു. രാഹുലിന് ഒരു പരിചയമില്ലേ. രാഹുലിൻ്റെ അടുത്തിട്ട് വന്നു, 1,00,000 രൂപ കയ്യിൽ വെച്ച് തന്നു. രാഹുൽ എന്തായിരിക്കും പറയാൻ പോണേ? പ്രതീക്ഷിച്ചൊന്നുമില്ല, പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു. വഴിക്കൂടെ ഒരാൾ നടന്നു പോകുന്നു, രാഹുലിൻ്റെ കയ്യിലോട്ട് 1,00,000 രൂപ വെച്ച് തന്നു. രാഹുൽ അടുത്ത നിമിഷം എന്തായിരിക്കും വിചാരിക്കുന്നത്? പറഞ്ഞു എന്തായിരിക്കും? എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടാവില്ലോ, അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. ദൈവാനുഗ്രഹം. അതെ, ഭാഗ്യം, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ടു, അല്ലേ? അതെ, കാശിന് വേണ്ടി നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ കാശ് വന്നു കഴിഞ്ഞാൽ ഒരു പരിചയമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അത് എവിടെ നിന്നാണ് എന്തിനാണ് എന്നൊന്നും നമ്മൾ ചോദിക്കത്തില്ല. രാഹുലിന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ദൈവം പൈസ കൊണ്ടു തന്നു. ഇതേപോലെ രാഹുൽ ഒരു ദിവസം വീടിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഇരിക്കുക. വഴിക്കൂടെ ഒരാൾ വീണ്ടും അകത്തോട്ട് വന്ന് കരണക്കുറ്റിക്ക് അടി വന്നു. രാഹുൽ എന്താ ചിന്തിക്കാൻ പോണേ? എന്തിനാ അടിച്ചത് അല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാം, അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയപ്പോൾ വാവ്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നപ്പോൾ അവിടെ ദൈവമില്ല, മനസ്സിലായോ? അത് വൃത്തിയായിട്ടപ്പോൾ പരിപാടിയായി പോയി, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലൈഫ്. നമ്മളിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ദൈവമായിട്ടൊന്നൊരു ബന്ധമില്ല. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഫർമേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് മാത്രമേ ഇതിനൊക്കെ ബന്ധമുള്ളൂ. നമ്മളിതിനെ ദൈവത്തിനെ പോയി കുറ്റം പറയുകയോ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വയനാട് ദുരന്തം നടന്നു, ഒരുപാട് ഇഷ്യൂസിൽ ഒരുപാട് കാര്യം സംഭവിക്കുന്നു. അതൊരു വിധിയാണ്. നമ്മളിതിനകത്ത് ദൈവത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ലൂസിഫറേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളവരങ്ങ് ജീവിക്കാം. നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനും നമ്മുടെ ജീവിതം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇനി നമുക്ക് നമ്മളെ ഇഷ്ടമാണോ ചില സമയത്ത്? അല്ല. എന്തുമാത്രം നമുക്ക് നമ്മളോട് തന്നെ എന്തുമാത്രം എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് വരെ ചിന്തിക്കും. എന്തിനും നീ ഇത് ചെയ്തു, നിനക്ക് എന്ത് ഗുണമുണ്ടായി, നീ ഇത് എന്തായിരുന്നു എൻ്റെ ആവശ്യം, ഒരു നിമിഷത്തെ ഒരു കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വരെ ചിന്തിക്കും. നമ്മളാണെന്ന് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതെ, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാത്ത പക്ഷം വരെ നമുക്കെല്ലാം പ്രശ്നമായിട്ട് തോന്നും. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ചുറ്റും ശരിയല്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ശരിയല്ല. ഇനി നമുക്ക് ചുറ്റും ആളുകളൊന്നും സ്നേഹിക്കുന്ന ആളുകളല്ല. കാരണം എന്താ? നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ആ പറയുന്നത്. ഇനി പുറത്തൊന്നും ഒരു കാര്യങ്ങളൊന്നും ശരിയല്ല, കാര്യം ഒരു ഇൻസെക്യൂരിറ്റി, അതായത് പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയാം. നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റികളുണ്ട്. ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്. പുറത്ത് അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ തോന്നലുകളുണ്ട്. നമ്മൾ വീടിനകത്തിരുന്ന് തോന്നാം മറ്റവൻ ശരിയല്ല, കാരണം നമ്മൾ ശരിയല്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് മറ്റൊരാളിൽ കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ചതിക്കുന്ന ഒരാളാണ്, പറ്റിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പരിചയപ്പെടുന്ന ഒരാളെ ഞാൻ ആദ്യം നിരീക്ഷിക്കുന്നത്, ഇവൻ ചതിക്കോ പറ്റിക്കോ, ഇവൻ എന്നെ വഞ്ചിക്കോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, മനസ്സിലായോ?